ഹലോ ഹായ് എല്ലാവർക്കും ലെന്നോടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രിതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ജോബ് അപ്ഡേറ്റ്സ് ആണ്. മാർച്ച് മാസത്തിലെ ജോബ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജോബ് അപ്ഡേറ്റ്സ് മാത്രമല്ല, കാരിയർ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ നമ്മുടെ ചാനൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്താണ്, ഡെയിലി ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാനലാണ് നമ്മുടെ ലേണിനോ എന്നുള്ള ചാനൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് സമയം ഒട്ടും കളയാനില്ല, വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. കേരള എൻട്രൻസിന് അപേക്ഷിക്കാനുള്ള തീയതി എന്ന് പറയുന്നത് മാർച്ച് 10 വരെ ആക്കിയിട്ടുണ്ട് കേട്ടോ. കേരളത്തിലെ 2025 എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ ബിരുദ പ്രവേശനത്തിന് മാർച്ച് 10 വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ എപ്പോഴാണ് നടക്കുന്നത്? ഏപ്രിൽ 24 മുതൽ 28 വരെ നടത്തുന്നതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. CBT ആയിരിക്കും, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെയാണ്, ഏപ്രിൽ 24 തൊട്ട് 28 വരെ അല്ലേ. കേരളത്തിലെ മെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ പ്രവേശനത്തിന് നീറ്റ് UG 2025, ആർക്കിടെക്ചർ പ്രവേശനത്തിന് നാറ്റ 2025 പരീക്ഷകളിലാണ് യോഗ്യം നേടേണ്ടതെങ്കിലും ഇവരും ഇപ്പോൾ www.ckerala.gov.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷ നൽകേണ്ടതാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ്, ഇപ്പോൾ മെഡിക്കൽ ആണെങ്കിൽ നീറ്റ് UG എക്സാം നമുക്ക് എഴുതണമെന്ന് അറിയാം, ആർക്കിടെക്ചർ ആണെങ്കിൽ നാറ്റ 2025 നമുക്ക് എഴുതണം അറിയാം. എന്നിരുന്നാലും ഈ വെബ്സൈറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ആ വെബ്സൈറ്റ് ഏതാണ്? www.c.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ അപേക്ഷ നൽകേണ്ടതാണ്. നീറ്റ് UG മെയ് 4 എക്സാം നടക്കുന്നത്. മാർച്ച് 1 മുതൽ ജൂൺ അവസാനം വരെ വെള്ളി ശനി ദിവസങ്ങളിലാണ് നാറ്റ പരീക്ഷ എഴുതാം. ഓക്കെ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയ്ക്ക് അത് ഏതാണ്? കീമാണ് അല്ലേ. കേരളത്തിലെ വിവിധ ജില്ലകൾ പുറമെ ഡൽഹി, മുംബൈ, ദുബായ് എന്നിവിടങ്ങളിലും കേന്ദ്രമുണ്ടാകും. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് വിവരങ്ങൾ അറിയണമെങ്കിൽ www.c.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാവും. മാർച്ച് 10 എന്ന് പറയുമ്പോഴാണ് ജിപ്മാറ്റ്. എന്താണ് ജിപ്മാറ്റ് എന്ന് പറയുന്നത്? എന്താണ്? ജോയിന്റ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് അഡ്മിഷൻ ടെസ്റ്റ് അല്ലേ. ജിപ്മാറ്റ് അപേക്ഷ മാർച്ച് 10 വരെ തന്നെയാണ്. ഈ +2 കഴിഞ്ഞവർക്ക് ജമ്മു ബുദ്ധഗയ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ 5 വർഷ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് പഠനത്തിന് മാർച്ച് 10 വരെ അപേക്ഷിക്കാവുന്നതാണ്. 2025-30 പ്രവേശനത്തിനുള്ള ജോയിന്റ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് അഡ്മിഷൻ ടെസ്റ്റ് അല്ലെ, ജിപ്മാറ്റ് 2025. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഏപ്രിൽ 26 എക്സാം നടത്താൻ പോകുന്നത്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള ഈ ടെസ്റ്റ് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, മംഗളൂരു, കോയമ്പത്തൂർ, ദുബായ് ഉൾപ്പെടെ 77 കേന്ദ്രങ്ങളാണ് ഉള്ളത്. മുൻഗണനാ ക്രമത്തിൽ 4 കേന്ദ്രങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതിൽ അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 2000 രൂപയാണ്. പട്ടിക ഭിന്നശേഷി, സാമ്പത്തിക പിന്നോക്ക, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവർക്ക് 1000 രൂപ മാത്രമാണ് ഉള്ളത്. അപേക്ഷാ രീതിയും പൂരിപ്പിച്ച അപേക്ഷാ ഫോമിന്റെ മാതൃകയും സൈറ്റിൽ ഇൻഫോർമേഷൻ ബുള്ളറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. പിന്നെ ഇതിൽ കാര്യം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2023, 24, 25 വർഷങ്ങളിൽ ഒന്നില് +2 ജയിച്ചവർക്കാണ് കേട്ടോ പ്രവേശനം എന്ന് പറയുന്നത്. 23, 24, 25. 2021 മുൻപ് 10ാം ക്ലാസ് ജയിച്ചവർ അപേക്ഷിക്കേണ്ട കാര്യമില്ല, അവർക്ക് എനിക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. 2021 മുൻപ് 10ാം ക്ലാസ് ജയിച്ചവർ. ഓക്കെ. 2021 മാർച്ച് 4 മുൻപ് OCI PIO രജിസ്ട്രേഷൻ നടത്തിയവർക്കും ജനറൽ വിഭാഗക്കാരായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഭിന്നശേഷിക്കാർക്കുള്ള വിശേഷ സൗകര്യങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ബുള്ളറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കേന്ദ്ര സർക്കാർ മാനദണ്ഡ പ്രകാരം സംവരണവും ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ https://exams.nta.ac.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഓക്കെ. ഇന്ത്യയിൽ ഒരു പുതിയ കോഴ്സ് വന്നിട്ടുണ്ട്. ആ കോഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതായത് സംസ്കൃത സർവകലാശാലയിലെ PG ഡിപ്ലോമ ഇൻ ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഏതാണ് PG ഡിപ്ലോമ ഇൻ ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന കോഴ്സ്. ഈ കോഴ്സ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് വരുന്നത്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ PG ഡിപ്ലോമ ഇൻ ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സ് ഈ അധ്യയന വർഷമാണ് ആരംഭിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലൊരു കോഴ്സ് ആദ്യമായിട്ടാണ് വരുന്നത്. സർവകലാശാലയിലെ ആയുർവേദ വിഭാഗത്തിന് കീഴിൽ ഏറ്റുമാനൂർ പ്രാദേശിക കേന്ദ്രത്തിലാണ് കോഴ്സ് ആരംഭിക്കുന്നത്. ഏതെങ്കിലും വിഷയത്തിലെ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത്. അത്രേ പറയുന്നുള്ളൂ. ഏതെങ്കിലും ഡിഗ്രി മതി ഇതിനെ അപേക്ഷിക്കാനായിട്ട്. ആയുർവേദിക് മെഡിക്കൽ സയൻസിൽ ബിരുദം നേടിയവർക്ക് മുൻഗണനയുണ്ട് കേട്ടോ. ആകെ സീറ്റ് 20. 2 സെമിസ്റ്ററുകളായിട്ട് 1 വർഷമാണ് കോഴ്സിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എത്രയാണ്? 20 സീറ്റാണ് ഉള്ളത്, 2 സെമിസ്റ്ററുകളാണ് ഉള്ളത്. അങ്ങനെ 1 വർഷം മാത്രമാണ് ഈ കോഴ്സ് ഉള്ളൂ. ഫീസ് 35,000 രൂപയാണ്. ഓക്കെ.
ഇതുപോലത്തെ കൂടുതൽ ജോബ് അപ്ഡേറ്റ്സും കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ലേണിനോ എന്നുള്ള നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.